ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തലേന്നത്തെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒത്തിരി ലേറ്റ് ആയിട്ടാണ് കേട്ടോ കിടന്നത്. അതുകൊണ്ട് നല്ല ലേറ്റ് ആയിട്ടാണ് എണീക്കുകയും ചെയ്തത്. എണീച്ചപ്പോൾ തന്നെ കണ്ട കാഴ്ച ഇതാണ്. ഇതൊക്കെ അച്ഛൻ ഇവിടെ തന്നെ വളർത്തുന്നതാണ് കേട്ടോ. ഇതുകൂടാണ്ട് കോഴിയുണ്ട്, താറാവ്, ആട്, പിന്നെ കുറച്ച് കൃഷിയായിട്ട് കപ്പ, ഇഞ്ചി, മഞ്ഞൾ, പിന്നെ തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ആയിട്ടും ഉണ്ട് കേട്ടോ. ഫാഷൻ ഫ്രൂട്ട് ഉണ്ട്, ചക്കയുണ്ട്, ആദ്യമൊക്കെ നാരങ്ങയൊക്കെ ഉണ്ടായിരുന്നു. നാരങ്ങയൊന്നും ഇപ്രാവശ്യം ഇല്ല കേട്ടോ. പിന്നെ ഇതേ കാപ്പി, ബിലിമ്പി, ഇതിന് ഇരുമ്പമ്പുളി എന്നൊക്കെ പറയും, ഞങ്ങൾ ബിലിമ്പി എന്നാട്ടോ പറയുക ഇതിന്. പിന്നെ ഇതേ കറുവപ്പട്ടയുണ്ട്. പിന്നെ ഇത് കഴിക്കാനൊന്നും പറ്റാത്ത ഒരു സാധനമാണ് മാണിക്കച്ചമ്പഴുക്ക എന്നാണ് ഞങ്ങൾ പറയുക. ഇത് പിന്നെ ഒരു അലങ്കാരത്തിനായിട്ട് നമ്മൾ വീട്ടിലൊക്കെ നടന്നു വന്നതാണ് കേട്ടോ. പിന്നെ പേരക്ക ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ വാഴ, പപ്പായൊക്കെ ഇത് പഴുത്തിട്ട് ആരും പറിക്കാതെ ഇങ്ങനെ തന്നെ കിടക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വരുമ്പോഴാണ് ഇടയ്ക്കൊക്കെ ഇതൊക്കെ ഒന്ന് പറിച്ചൊക്കെ കഴിക്കുക കേട്ടോ. അതുപോലെ പറമ്പിൽ പേരക്ക കുറേ ഉള്ളത് കൊണ്ട് ഞാനും കുട്ടികളൊക്കെ പോയിട്ട് കുറച്ച് പേരക്കൊക്കെ പറിച്ചെടുത്തു. താഴെയുള്ളത് കുറച്ചൊക്കെ പറിച്ച് ഞങ്ങൾ കഴിച്ചു കേട്ടോ. കാശിക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം അധികവും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് കഴിക്കാറല്ലേ പതിവ്. അപ്പം ഇത് നേരിട്ടിങ്ങനെ പറിച്ചെടുക്കുന്നവരൊക്കെ അവന് ഭയങ്കര സന്തോഷമായിരുന്നു. പേരക്കൊക്കെ പറിച്ചു കഴിഞ്ഞപ്പോൾ അമലേട്ടൻ ഇതേ പുഴുങ്ങാനായിട്ട് കപ്പ പറിക്കുന്നുണ്ട്. അങ്ങനെ 2 മൂട് കപ്പ നമ്മൾ അവിടെ നിന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. അത് ഇളക്കിയെടുക്കാൻ കുറച്ചൊരു പണി ഉണ്ടായിരുന്നു. അങ്ങനെ കപ്പയൊക്കെ പറിച്ചിട്ടതേ തണ്ടുമെന്ന് വെട്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഞാനൊരാളെ ചെന്ന് നോക്കി കേട്ടോ. ഇത് ഞങ്ങളിവിടെയുള്ള മണിത്താറാവാണ്. ഇത് പടയിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ അതിനൊന്ന് ഞാൻ അതിനിടയ്ക്കൊന്ന് പോയി നോക്കി. പിന്നെ ഞാനിതേ പറമ്പിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ മൂത്തച്ഛനും ഏട്ടനും കൂടിയിട്ട് മഞ്ഞൾ നടാനായിട്ട് നിലം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ സമയം പേരക്കയും തിന്നുകൊണ്ട് അവിടെ അതും നോക്കിയിരുന്നു കേട്ടോ. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് കേട്ടോ. പണ്ട് ഞങ്ങളെ വീട്ടിൻ്റെ ഈ പറമ്പിൻ്റെ മുകളിൽ വേറൊരു പറമ്പുണ്ട്. അവിടെ ഒരു കിണറുണ്ടായിരുന്നു. കിണർ എന്തോ ഇടിഞ്ഞു പോയിട്ട് എന്തോ ഗുഹ പോലെ ആയതാണ്. അതൊരു വലിയൊരു ഗുഹ പോലെയുള്ള ഒരു സ്ഥലമായിരുന്നു. അങ്ങനെ അത് ചെന്ന് നോക്കേണ്ടിയിട്ട് പോകണേ. ചെന്ന് നോക്കാൻ വേണ്ടി പോകുമ്പോഴാണ് മൊത്തം കാടൊക്കെ വളർന്ന് മൊത്തം മുള്ളൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് കടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അത് കാണേണ്ട ക്യൂരിയോസിറ്റിയിൽ ഞാൻ എങ്ങനെയൊക്കെയോ വള്ളിയൊക്കെ വെട്ടി മാറ്റി നടന്നു പോയിട്ടോ. പക്ഷേ ചെന്ന് നോക്കിയപ്പം നമ്മൾ പണ്ട് കണ്ടൊരു ഫീല് കിട്ടിയില്ല. കാരണം അതൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഉള്ളിലേക്ക് മഴയൊക്കെ പെയ്തിട്ട് മണ്ണിടിഞ്ഞിട്ട് മൊത്തം അലങ്കോലമായി പോയിട്ടുണ്ടായിരുന്നു. ഇതിലിനി മണ്ണ് കൊണ്ടിട്ടിട്ട് അടച്ചതാണോ എന്നും അറിയില്ല കേട്ടോ. പക്ഷേ ഇടിഞ്ഞു വീണ പോലെയാണ് തോന്നുന്നത്. മേലെ ഭാഗത്തിനൊന്നും പറ്റിയിട്ടൊന്നുമില്ലെങ്കിലും അടിയിലോട്ട് ആദ്യം നല്ല ഗുഹ പോലെയായിരുന്നു. അതൊന്നും കാണാനില്ലായിരുന്നു കേട്ടോ. ഞാനതൊക്കെ കണ്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഇതേ ഇപ്പുറത്തുള്ള പാർട്ടും കൂടെ പുല്ലൊക്കെ ചെത്തി അമലേട്ടൻ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു സൈഡിലുള്ള സ്ഥലമൊക്കെ നടാൻ പാകത്തിന് മൂത്തച്ഛനും ഏട്ടനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ചേച്ചിയും അമലേട്ടനും മൂത്തച്ഛനും കൂടെ ആ മഞ്ഞളൊക്കെ നടുകയാണ്. മൂത്തച്ഛൻ കുഴി എടുത്ത് കൊടുക്കുമ്പോൾ അമലേട്ടൻ അതിലേക്കൊക്കെ മഞ്ഞൾ ഇട്ട് കൊടുക്കുക. ചേച്ചി അതൊക്കെ മണ്ണിട്ടിട്ടൊന്ന് മൂടുകയും ചെയ്യുന്നുണ്ട്. മഞ്ഞൾ നടലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ പുഴയിലോട്ട് പോയിട്ടോ. ഇത് ഞങ്ങൾ വീട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന വഴിയാണ്. ഇവിടെ അടുത്തൊരു കിണറൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എപ്പോഴും പന്നി വീഴുമായിരുന്നു കേട്ടോ. അങ്ങനെ പഴയ കാലത്തെ കുറച്ച് ഓർമ്മകളുമായിട്ട് ഞങ്ങൾ നേരെ പുഴയിലേക്ക് പോയി. പുഴയിൽ പോയപ്പം അവിടെ അതിനേക്കാട്ടും വലിയൊരു മെമ്മറീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ പണ്ട് കാലത്ത് തിന്നുകൊണ്ടിരുന്നൊരു സാധനം കിട്ടി കേട്ടോ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ.